1 സാമുവേൽ അധ്യായം 3. ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഏലിയുടെ. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. അക്കാലത്തെ ദർശനങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലിയുടെ കണ്ണിന് എന്ത് സംഭവിച്ചിരുന്നു? അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ഏലി കിടക്കുമ്പോൾ ദേവാലയത്തിൽ എന്ത് അണഞ്ഞിരുന്നില്ല? ദൈവത്തിന് മുൻപിലെ ദീപം. സാമുവേൽ ദേവാലയത്തിൽ എന്ത് സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു? ദൈവത്തിൻ്റെ പേടകം. അപ്പോൾ ആരാണ് സാമുവേലിനെ സാമുവേൽ സാമുവേൽ എന്ന് രണ്ടാവർത്തി പേര് ചൊല്ലി വിളിച്ചത്? കർത്താവ്. കർത്താവ് ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവേൽ എപ്രകാരം വിളി കേട്ടുകൊണ്ട് ആരുടെ അടുത്തേക്കാണ് ഓടി അണഞ്ഞത്? ഞാനിതാ, ഏലിയുടെ അടുത്തേക്ക്. ആദ്യത്തെ വിളി കേട്ട് ഓടിച്ചെന്ന സാമുവേൽ ഏലിയോട് പറഞ്ഞതെന്ത്? അങ്ങനെ വിളിച്ചുവല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ആദ്യത്തെ വിളി കേട്ട് ഓടിച്ചെന്ന സാമുവേലിനോട് ഏലി എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. പോയി കിടന്ന സാമുവേലിനെ കർത്താവ് വീണ്ടും സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതെന്ത്? അങ്ങനെ വിളിച്ചുവല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഏലി പറഞ്ഞതെന്ത്? മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അറിയാതിരുന്നത് എന്തുകൊണ്ട്? അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതെന്ത്? അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. മൂന്നാമതും വിളി കേട്ടപ്പോൾ കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് ആർക്കാണ് മനസ്സിലായത്? ഏലിക്ക്. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മനസ്സിലായതുകൊണ്ട് പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞതിനൊപ്പം ഇനി നിന്നെ വിളിച്ചാൽ എന്ത് പറയണമെന്നാണ് ഏലി സാമുവേലിന് നിർദ്ദേശം നൽകിയത്. കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ഏലിയുടെ നിർദ്ദേശമനുസരിച്ച് സാമുവേൽ പോയി കിടന്നപ്പോൾ കർത്താവ് എന്തു ചെയ്തു? കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേൽ പ്രതിവചിച്ചത് എപ്രകാരമാണ്? അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവ് സാമുവേലിനോട് പറഞ്ഞ പ്രകാരം ഇസ്രായേൽ ജനതയോട് കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവൻ എങ്ങനെയായിരിക്കും? ഇരുചെവികളും തരിച്ചുപോകും. ഏലിയുടെ കുടുംബത്തിനെതിരെ താൻ പറഞ്ഞിട്ടുള്ളതെല്ലാം എന്തു ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്? അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. കർത്താവ് ഏലിയുടെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോകുന്നതിൻ്റെ കാരണം എന്താണ്? മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് എന്തിനെക്കുറിച്ചാണ് കർത്താവ് ശബ്ദം ചെയ്തത്? ബലികളും കാഴ്ചകളും. ദർശനം ലഭിച്ച ശേഷം സാമുവേൽ എത്ര നേരം വരെ കിടന്നു? പ്രഭാതം വരെ. പ്രഭാതമായപ്പോൾ സാമുവേൽ ചെയ്തതെന്താണ്? അവൻ കർത്താവിൻ്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. എന്ത് ഏലിയോട് പറയാനാണ് സാമുവേൽ ഭയപ്പെട്ടത്? തനിക്കുണ്ടായ ദർശനം. അപ്പോൾ ഏലി എപ്രകാരമാണ് വിളിച്ചത്? മകനെ, സാമുവേൽ എന്ന്. എപ്രകാരമാണ് അവൻ വിളി കേട്ടത്? ഞാനിതാ എന്ന്. ഏലി ചോദിച്ചതെന്ത്? അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? സാമുവേലിനെ വിളിച്ച ഏലി എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് എന്നും അവിടുന്ന് പറഞ്ഞത് എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നുമാണ് പറഞ്ഞത്. ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ഏലി പറഞ്ഞു കേട്ട ശേഷം സാമുവേൽ എന്തു ചെയ്തു? ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു. കർത്താവിൻ്റെ ശിക്ഷാവിധി കേട്ട ശേഷം ഏലി എന്ത് പറഞ്ഞാണ് അത് സ്വീകരിച്ചത്? അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. സാമുവേൽ വളർന്നു വന്നപ്പോൾ കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഫലം എന്തായിരുന്നു? അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാക്കാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്നറിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ വ്യാപ്തി എത്രയായിരുന്നു? ദാൻ മുതൽ ബെർഷെബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും. കർത്താവ് വീണ്ടും സാമുവേലിനോട് സംസാരിച്ച് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ചായിരുന്നു? സാമുവേലിന് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച്. 1 സാമുവേൽ അധ്യായം 4. സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ച അക്കാലത്ത് യുദ്ധത്തിന് വന്നത് ആരായിരുന്നു? ഫിലിസ്ത്യർ. ഇസ്രായേലും ഫിലിസ്ത്യരെ നേരിടാൻ സന്നദ്ധമായ ശേഷം ആദ്യ യുദ്ധത്തിൽ ഇസ്രായേലും ഫിലിസ്ത്യരും എവിടെ വെച്ച് പാളയമടിച്ചത്? ഇസ്രായേൽ എബനേസറിലും ഫിലിസ്ത്യർ അഫേക്കിലും. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ അണിനിരന്ന ശേഷം ആരാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത്? ഇസ്രായേൽ. ആദ്യഘട്ടത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ എത്ര ആളുകളെയാണ് ഫിലിസ്ത്യർ വധിച്ചത്? 4000-ഓളം. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ആദ്യം പറഞ്ഞതെന്ത്? ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? നമുക്ക് ഷീലോയിൽ നിന്ന് എന്ത് കൊണ്ടുവരാമെന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നാൽ അവിടുന്ന് എന്ത് ചെയ്യുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന്. അങ്ങനെ അവർ ഷീലോയിൽ ആളയച്ച് എവിടെ എഴുന്നള്ളിച്ചിരിക്കുന്ന ആരുടെ ഉടമ്പടിയുടെ പേടകമാണ് കൊണ്ടുവന്നത്? കെരൂബുകളുടെ മേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ. പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നതാരെല്ലാം? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ എങ്ങനെ പ്രതികരിച്ചു? ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ത്? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. ആ ശബ്ദം കേട്ട് ഫിലിസ്ത്യർ തിരക്കിയതെന്ത്? ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്ത്?
ഇസ്രായേലരുടെ ഉഗ്ര അട്ടഹാസം കേട്ട് ഫിലിസ്ത്യർ മനസ്സിലാക്കിയതെന്ത്? കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന്. കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് മനസ്സിലാക്കിയതിനാൽ ഭയചകിതരായ ഫിലിസ്ത്യർ പറഞ്ഞത് ഏതൊക്കെ വാക്യങ്ങളിൽ? 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ. പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഫിലിസ്ത്യർ പറഞ്ഞതായി 4:7 ഉള്ളതെന്ത്? നമ്മൾ നശിച്ചു, മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. തുടർന്ന് ഫിലിസ്ത്യർ ചോദിച്ചതെന്ത്? ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ഫിലിസ്ത്യർ പറഞ്ഞതനുസരിച്ച് ആ ദേവന്മാർ മുൻപ് ആരെയാണ് നിരവധി ബാധകൾ കൊണ്ട് ഞെരുക്കിയത്? ഈജിപ്തുകാരെ. ഹെബ്രായർക്ക് അടിമകളാകാതിരിക്കാൻ ഫിലിസ്ത്യർ എന്ത് ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത്? ധീരതയോടും പൗരുഷത്തോടും കൂടി യുദ്ധം ചെയ്യാൻ. ഫിലിസ്ത്യരെ, നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടി യുദ്ധം ചെയ്യുവിൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഫിലിസ്ത്യർ തങ്ങളോട് തന്നെ പറഞ്ഞത്. ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുവിൻ എന്നാണ് തുടർന്ന് പറഞ്ഞത്? പൗരുഷത്തോട് പെരുമാറുവിൻ. തുടർന്ന് ഫിലിസ്ത്യർ യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ട് എന്ത് ചെയ്തു? കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. വലിയൊരു നരവേട്ട നടന്നു എന്നും എത്ര പടയാളികൾ നിലംപതിച്ചു എന്നുമാണ് പറയുന്നത്. 30,000. എന്താണ് ശത്രുക്കൾ കൈവശപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ പേടകം. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിക്കും ഫിനെഹാസിനും യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? അവർ വധിക്കപ്പെട്ടു. അന്ന് തന്നെ യുദ്ധരംഗത്തിൽ നിന്നോടി ഷീലോയിലെത്തിയതാര്? ബെന്യാമീൻ ഗോത്രജനായ ഒരാൾ. അവൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നാണ് തുടർന്ന് വിവരിക്കുന്നത്. വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും. ദൂതൻ ഷീലോയിലെത്തുമ്പോൾ ഏലി എവിടെയാണ്, എപ്രകാരമാണ് ഇരുന്നത്? പീഠത്തിൽ, വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. ഏലി എന്തിനെക്കുറിച്ചാണ് ആകുലചിത്തനായിരുന്നത്? ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. ഷീലോയിലെ ജനങ്ങൾ മുറവിളി കൂട്ടാൻ കാരണം എന്തായിരുന്നു? പട്ടണത്തിലെത്തിയ ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ. ഷീലോയിൽ മുറവിളി കേട്ടപ്പോൾ ഏലി ആരാഞ്ഞതെന്ത്? എന്താണ് ഈ മുറവിളി? അപ്പോൾ ദൂതൻ എന്തു ചെയ്തു? ഏലിയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു. ഏലിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ശാരീരിക പരിമിതി എന്തായിരുന്നു? 98 വയസ്സ്. അവൻ മിക്കവാറും അന്ധനുമായിരുന്നു. ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തി എന്ന് പറഞ്ഞ ദൂതനോട് ഏലി ചോദിച്ചതെന്ത്? മകനെ, എന്ത് സംഭവിച്ചു? ഏലിയുടെ ചോദ്യത്തിന് മറുപടിയായി ദൂതൻ അറിയിച്ച 4 പ്രധാന വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റോടി, ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു, അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനെഹസിനെയും അവർ വധിച്ചു, ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തി. ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം അത് എങ്ങനെയുള്ളൊരു പരാജയമായിരുന്നു എന്നാണ് ദൂതൻ അറിയിച്ചത്? ഭയങ്കരമായ. ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലിക്ക് എന്ത് സംഭവിച്ചു? വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു. തുടർന്ന് വൃദ്ധനും ക്ഷീണിതനുമായ ഏലി എങ്ങനെയാണ് മരിച്ചത്? കഴുത്തൊടിഞ്ഞു മരിച്ചു. ഏലി എത്ര കാലം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 40 വർഷം. പ്രസവ സമയം അടുത്തിരുന്നതാർക്ക്? ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക്, ഫിനെഹാസിൻ്റെ ഭാര്യയ്ക്ക്. എന്തു കേട്ടപ്പോഴാണ് പ്രസവവേദന ശക്തിപ്പെട്ട അവൾ ഉടനെ പ്രസവിച്ചത്? ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ. മരണാസന്നനായ ഏലിയുടെ മരുമകളോട് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ പറഞ്ഞ ആശ്വാസവാക്കുകൾ എന്തായിരുന്നു? ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. എന്നാൽ അവളുടെ പ്രതികരണം എന്തായിരുന്നു? അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ഏലിയുടെ മരുമകൾ തൻ്റെ കുഞ്ഞിനെ ഇട്ട പേരെന്തായിരുന്നു? ഇക്കാബോദ്. എന്ത് പറഞ്ഞാണ് അവൾ ഇക്കാബോദ് എന്ന് പേരിട്ടത്? മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ്. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടതിന് കാരണമെന്ത്? ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തതിനാൽ. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് അവൾ വീണ്ടും ഊന്നി പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ. 1 സാമുവേൽ 4:3 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? സംഖ്യ 10:35. 1 സാമുവേൽ 4:4 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? പുറപ്പാട് 25:22. ഇക്കാബോദ് എന്ന പേരിൻ്റെ അർത്ഥം മഹത്വമില്ല. 1 സാമുവേൽ അധ്യായം 5. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോയത്? എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. അഷ്ദോദിൽ പേടകം എവിടെയാണ് സ്ഥാപിച്ചത്? ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബത്തിന് എന്ത് സംഭവിച്ചതായാണ് കണ്ടത്? കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത്. ആദ്യ പതനത്തിന് ശേഷം അഷ്ദോദിലെ ജനങ്ങൾ ദാഗോന്റെ ബിംബത്തെ എന്തു ചെയ്തു? അവർ അതെടുത്ത് യഥാപൂർവ്വം സ്ഥാപിച്ചു. പിറ്റേന്നും അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം എവിടെ മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്? കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ. 2-ാം ദിവസം മറിഞ്ഞു കിടന്ന ദാഗോന്റെ ബിംബത്തിന് സംഭവിച്ചതെല്ലാം. തലയും കൈകളും മറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു, ഉടൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു. ദാഗോനിന്റെ പതനവുമായി അഷ്ദോദിൽ രൂപപ്പെട്ട ആചാരം എന്തായിരുന്നു? ദാഗോന്റെ പുരോഹിതന്മാരും മറ്റുള്ളവരും വാതിൽപ്പടിയിൽ ചവിട്ടാറില്ല. കർത്താവിൻ്റെ കരം ആർക്കെതിരെ പ്രബലമായതായും അവിടുന്ന് അവരെ ഭയപ്പെടുത്തിയതുമായാണ് 5:6 പറയുന്നത്. അഷ്ദോദിലെ ജനങ്ങൾക്കെതിരെ. അഷ്ദോദിലെ പരിസരങ്ങളിലുള്ളവർക്കെതിരെ ചെയ്തത് എന്തെന്നാണ് 5:6 പറയുന്നത്? കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. കുരുക്കൾ ബാധിച്ചതിനെ തുടർന്ന് അഷ്ദോദിലെ ജനങ്ങൾ പേടകത്തെക്കുറിച്ച് ആദ്യം എന്തു പറഞ്ഞു? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം ആരുടെയൊക്കെ മേൽ പ്രബലപ്പെട്ടുവെന്നാണ് അഷ്ദോദുകാർ പറഞ്ഞത്?
നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ. അഷ്തോദിലെ ജനങ്ങൾ ആളയച്ച് വിളിച്ചുകൂട്ടിയത് ആരെയാണ്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയല്ല. അഷ്തോദിലെ ജനങ്ങൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് ചോദിച്ചതെന്ത്? ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ പേടകത്തെ എവിടേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് അവർ അത് അവിടേക്ക് കൊണ്ടുപോയത്, ഗത്തിലേക്ക്. പേടകം ഗത്തിലെത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെ എങ്ങനെ ശിക്ഷിച്ചു? ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃന്ദ ജനങ്ങളും കുരുക്കൾ ബാധിച്ചു. ഗത്തിൽ നിന്ന് പേടകം എവിടേക്കാണ് അയച്ചത്? എക്രോണിലേക്ക്. പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടിയതിന്റെ കാരണം എന്തായിരുന്നു? നമ്മയും നമ്മുടെ ജനത്തെ നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എക്രോണിലെ ജനങ്ങൾ വീണ്ടും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി അവരോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക, നമ്മയും നമ്മുടെ ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക. എക്രോൺ നഗരത്തെ മുഴുവൻ സംഭ്രാന്തി ബാധിച്ചത് എന്തുകൊണ്ട്? കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നതിനാൽ. മരിക്കാതെ അവശേഷിച്ചവർക്ക് എന്ത് സംഭവിച്ചു? അവരെ കുരുക്കൾ ബാധിച്ചു. എക്രോണിൽ രോഗം ബാധിച്ചതിന്റെ ഫലമായി നഗരത്തിൽ എന്ത് സംഭവിച്ചു? നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു.